الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു കടന്നിട്ട് ഒരു മാസക്കാലം വീണ്ടും നമുക്ക് നഷ്ടമായി. റമദാനിന് ശേഷം ഷവ്വാൽ എന്ന പേരിൽ ഒരു മാസമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആചരിച്ചത്. റമദാൻ ഒരു വലിയ സംസ്കരണത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും നാളുകളായിരുന്നു. അത് ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് അവിടെ നൽകുന്ന മരുന്നുകൾ പിന്നീട് പ്രയോജനപ്പെടുന്നത് പോലെ ഷവ്വാൽ മുതലുള്ള മാസത്തിൽ നമുക്ക് പരിവർത്തനത്തിൻ്റെ പുതിയ പാത തെളിയിക്കാൻ ഉപകാരപ്പെടണമെന്ന് നോമ്പിലുടനീളം നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞു, നോമ്പിൻ്റേതായ ആരവങ്ങളും അതിൻ്റേതായ ഓർമ്മകളുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത ചൈതന്യങ്ങൾ എത്രത്തോളം നമ്മളിൽ ബാക്കിയുണ്ട് എന്ന് ആലോചിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിൽ വല്ലാതെ ഉണ്ടായ ഒരു ഫിക്റും ചിന്തയുമാണത്. ഇനി ഒരു കൊല്ലക്കാലം വരെ നമ്മളെ മറന്നുകൊണ്ട് ജീവിക്കുകയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുകയും ദീനിയായ കാര്യങ്ങളിലും കർമ്മങ്ങളിലും നമുക്ക് തീരെ ശ്രദ്ധയില്ലാതെ ആവുകയും വീണ്ടും ഒരു വർഷത്തിന് ശേഷം നോമ്പ് വരട്ടെ അന്ന് നന്നാകാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് അത്ര വലിയ ഗ്യാരൻറ്റികളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന് അത്രയേറെ നീളമുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. വരാൻ പോകുന്ന നാളുകളിൽ എന്താകുമെന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് വന്നു കിട്ടിയ ഈ അവസരങ്ങളെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് വിഷയം. നമ്മളുടെ കയ്യിലുള്ള ഈ നിമിഷങ്ങളെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ചിന്തനീയം. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് ഏറ്റവും പ്രചോദനമാകേണ്ടത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്, അറിവുകളാണ്. റമദാനിന് ശേഷം നമ്മൾ ഒരു ഖുതുബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിക്ക് നൽകിയ പ്രത്യേക വസിയത്തിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. നമ്മളങ്ങനെ ഓരോ സമയത്തും ഓരോന്ന് പറയുകയും കേൾക്കുകയും ചെയ്ത് സമയം നീക്കുകയാണ്. പറയുന്നവരും മറന്നു പോകുന്നു, കേൾക്കുന്നവരും മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിന് അനിയന്ത്രിതമായ മറ്റൊരവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ജീവിതത്തിന് ഭൗതികമായ ചെങ്ങലകളാൽ പൂട്ടപ്പെടുന്ന ഒരു ദുരവസ്ഥയുണ്ടാകും. ദുനിയാവിൻ്റേതായ ഫിക്റുകളിലും ചിന്തകളിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അത്യാഗ്രഹങ്ങളിലുമൊക്കെയായി നമുക്ക് ആഖിറം മറന്നു പോകുന്നു, പടച്ചവനെ മറന്നു പോകുന്നു, ഖുർആൻ മറന്നു പോകുന്നു. പരിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്തിരുന്ന സഹോദരീ സഹോദരന്മാർ ഈ ഷവ്വാൽ മാസത്തിൽ അവരുടെ പാരായണത്തിൻ്റെ കണക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. എത്ര പാരായണം ചെയ്തിട്ടുണ്ട്? പരിശുദ്ധ റമദാനിൽ ദീർഘമായി നമസ്കരിച്ചിരുന്ന സഹോദരീ സഹോദരന്മാർ ഈ ഒരു മാസക്കാലം ഷവ്വാൽ മാസത്തിൽ അവരുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്?
ഫർള് നമസ്കാരത്തിൻ്റെയും സുന്നത്ത് നമസ്കാരത്തിൻ്റെയും അവസ്ഥ എന്താണ്? മരിക്കുന്നതിന് മുമ്പായി നിങ്ങളൊന്ന് മരിച്ചു നോക്കൂ എന്ന് പറയാറില്ലേ? വഹാസിബു ഖബല അൻ തുഹാസബു മൂത്തു ഖബല അൻ തമൂത്തു. മരിക്കുന്നതിന് മുമ്പായി നിങ്ങളൊന്ന് മരിച്ചു നോക്കൂ. നിങ്ങൾ ഹിസാബ് ചെയ്യപ്പെടുന്നതിന് മുമ്പായി, നിങ്ങളുടെ വിചാരണയ്ക്ക് നിങ്ങൾ വിധേയരാക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ സ്വന്തമായി ഒരു ആത്മപരിശോധന നടത്തൂ, ഒരു കണക്കെടുപ്പ് നടത്തൂ എന്ന് പറയാറില്ലേ? അങ്ങനെ ഒരു കണക്കെടുപ്പ് നമുക്ക് നടത്താൻ കഴിയണ്ടേ പ്രിയപ്പെട്ടവർ? ഈ പ്രസംഗങ്ങളും ഖുതുബകളും ക്ലാസ്സുകളും താലീമുകളും ഒക്കെ ഒരു ചടങ്ങായി ആചാരമായി അങ്ങനെ കഴിച്ചുകൂട്ടാനുള്ളതാണോ, ചൊല്ലിത്തീർക്കാനുള്ളതാണോ? നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അസറുണ്ടാകണ്ടേ? നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ശരിയായ പരിവർത്തനവും മാറ്റവും ഒക്കെ പ്രതിഫലിച്ച് കാണണ്ടേ പ്രിയപ്പെട്ടവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയോട് പറഞ്ഞ ആ വസിയത്തിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു 3 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണമെന്ന്. ഒന്ന്, എല്ലാ മാസവും 3 നോമ്പ് നീ അനുഷ്ഠിക്കണം. എല്ലാ മാസവും റമളാനല്ലാത്ത മറ്റു മാസങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 3 നോമ്പെങ്കിലും സുന്നത്തായിട്ട് നീ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. മറ്റൊന്ന്, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിഷ്ഠയോടുകൂടി നീ നിലനിർത്തണമെന്ന് പഠിപ്പിച്ചു. മൂന്നാമതായി, ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നമസ്കരിച്ചിട്ടേ നീ ഉറങ്ങാവൂ എന്ന് പഠിപ്പിച്ചു. ഈ ഹദീസ് അന്ന് റമളാനിന് ശേഷം നമ്മൾ എന്തിനാണ് ഖുത്ബയിൽ പങ്കുവെച്ചത്? ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം റമളാനിൽ നമ്മൾ പതിവാക്കിയിരുന്ന അമലുകളുടെ തേജസ്, അതിൻ്റെ ചൈതന്യം നിലനിർത്താനുള്ള ചെറിയ ചെറിയ അമലുകളാണ്. റമളാനിൻ്റെ ആ അമലുകളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ നീ നിഷ്ഠ പുലർത്തണമേ എന്ന് പറഞ്ഞാൽ സുബഹി പോലെ ളുഹർ വരുന്നു, അസ്ർ വരുന്നു, മഗ്രിബ് ഇശാകൾ വരുന്നു. അതിനു മുമ്പുള്ള സുന്നത്ത് നീ ശ്രദ്ധിക്കണമേ എന്ന് പറയുമ്പോൾ ളുഹറും അസ്റും മഗ്രിബും ഇശായും സുബഹിയും ഒക്കെയായി നമ്മൾ നിർവഹിക്കേണ്ട നിർബന്ധമായ ഫറദായ അമലുകളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അമലുകളിൽ ഒരു പോരായ്മ വരരുത്. അമലുകളിൽ ഒരു പോരായ്മ വരരുത്. പ്രിയപ്പെട്ടവരെ, നീ ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നമസ്കരിച്ചിട്ടേ ഉറങ്ങാവൂ എന്ന ഉപദേശത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഉള്ളർത്ഥമുള്ളത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ, റമളാനിൽ 23 റക്അത്ത് നീ നമസ്കരിക്കുമായിരുന്നു. അതിനുശേഷം ഒരുപാട് റക്അത്തുകളിലായി ഖിയാമുൽ ലൈലും ദീർഘ നമസ്കാരങ്ങളും ഒക്കെ നീ നിർവഹിക്കുമായിരുന്നു. റമളാൻ കഴിഞ്ഞതോടുകൂടി അത്തരം നമസ്കാരങ്ങളൊന്നും നീ വിട്ടുകളയരുത്. വെറും ഉറക്കത്തിലും കളിതമാശകളിലുമായി നിന്റെ ജീവിതത്തെ നീ പാഴാക്കി കളയരുത്. ഉറങ്ങുന്നതിന് മുമ്പായി നീ വിത്ർ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ പോരെ എന്ന് ചില ആളുകൾ മസല ചോദിക്കാറുണ്ട്. മസല ചോദിക്കാനും പറയാനും കേൾക്കാനും പഠിക്കാനുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവ് നിലനിർത്താനാണ്, നമ്മുടെ ജീവിതത്തിൽ നിഷ്ഠ നിലനിർത്താനാണ്. നമസ്കാരങ്ങളിൽ, സുന്നത്ത് നമസ്കാരങ്ങളിലും ഫർള് നമസ്കാരങ്ങളിലും വിത്ർ നമസ്കാരത്തിലുമൊക്കെ നമുക്കുണ്ടാകുന്ന പതിവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം വചനങ്ങളിലൂടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 3 നോമ്പെങ്കിലും എല്ലാ മാസവും നീ അനുഷ്ഠിക്കണമേ എന്നാണ്. റമളാനിൽ 30 നോമ്പ് അനുഷ്ഠിച്ച നമ്മളത് ഫറളായിട്ടാണ് നിർവഹിച്ചത്, നിർബന്ധമായി നിർവഹിച്ചതാണ്. ഒരു മനുഷ്യൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുമ്പോൾ 5 ഫറളുകൾ അവനിൽ ഉണ്ടാകണം. അതിലൊരു ഫറളാണ് റമളാനിന്റെ പകലിൽ അവൻ വ്രതമനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. നോമ്പ് പിടിക്കാത്തവൻ ഇസ്ലാമുമായി ബന്ധമില്ലാത്തവനായി മാറും. എന്നാൽ റമളാൻ കഴിഞ്ഞ് ശവ്വാലായപ്പോൾ, ശവ്വാൽ മാസത്തിൽ ഒരു മുസ്ലിം അങ്ങനെ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട നോമ്പുകളൊന്നുമില്ല. പക്ഷേ നോമ്പിലൂടെ ഞാൻ എൻ്റെ റബ്ബുമായി പടുത്തുയർത്തിയ ഒരു പ്രത്യേക ബന്ധമുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 സുന്നത്തായ നോമ്പെങ്കിലും മറ്റു മാസങ്ങളിലും നീ മുടങ്ങാതെ അനുഷ്ഠിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഉപദേശങ്ങൾ അത് വെറും ഉപദേശമല്ല, അതൊരു സ്നേഹത്തോടു കൂടിയുള്ള, വാത്സല്യത്തോടു കൂടിയുള്ള വസിയത്തുകളായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അത് ശവ്വാൽ എന്ന ഈ 1 മാസം കഴിഞ്ഞു കടക്കുമ്പോൾ നമ്മളൊരു പരിശോധന നടത്തൂ. നമ്മളിൽ എത്രത്തോളം നമുക്കത് ആചരിക്കാൻ സാധിച്ചു, കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. ഫർള് നമസ്കാരങ്ങളുടെയും സുന്നത്ത് നമസ്കാരങ്ങളുടെയും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്ന കാര്യത്തിലും, അതുപോലെയുള്ള നോമ്പ്, മറ്റു തര സൽക്കർമ്മങ്ങൾ, നന്മകൾ, അതൊക്കെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്നൊരു പരിശോധന നമ്മൾ നടത്തണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശോധിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള, തയ്യാറെടുപ്പുകൾ നടത്താനുള്ള അവസരമാണ് ഇന്നാണ് നമ്മളുടെ കൈപ്പിടിയിലുള്ളത്. നാളെ നമ്മളുടെ ആരുടെയും കൈപ്പിടിയിലുള്ളതല്ല.
ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഖുത്ബക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും വിളിക്കാറുണ്ട്. ഇന്ന് ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കിടപ്പിലായിപ്പോയി. ചെറുപ്പക്കാരിയാണ്, ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ പെട്ടെന്നുണ്ടായ രോഗത്തിൽ അവൾ കിടപ്പിലായിപ്പോയി. കുടുംബത്തിലെല്ലാവരും കൂട്ടക്കരച്ചിലാണ്. കാരണം ആരോഗ്യവതിയാണ്. കുറെ നാളുകളായി അവരുടെ കുടുംബത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഉമ്മ സ്ട്രോക്ക് ബാധിച്ച് അനങ്ങാൻ കഴിയാതെ ഏകദേശം 5-6 മാസം മുമ്പ് ആശുപത്രികളിൽ നിന്നും മടക്കിയ കേസായി കിടക്കുന്നു. ആ കിടപ്പിലായ വയസ്സായ വൃദ്ധയായ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാതാവിനെ പരിചരിക്കുന്ന ആരോഗ്യവതിയായ മരുമകൾ പെട്ടെന്ന് കിടപ്പിലായപ്പോൾ എല്ലാവർക്കും ദുഃഖം. ആ ദുഃഖം നമ്മളുമായി പങ്കുവച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തഹജ്ജുദിന് ശേഷവും ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ആ പെൺകുട്ടിക്ക് നീ ശിഫ നൽകണേ എന്ന് ദുആ ചെയ്തു. വീണ്ടും ഒരു തിരിച്ചുവരവ് നൽകണേ എന്ന് ദുആ ചെയ്തു. ഖുത്ബക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് റെഡിയായി ഇറങ്ങുമ്പോൾ ആ സഹോദരന്റെ ഫോണ് വന്നു. ഇനി ദ്വാരക്കണമെന്നില്ല, ആ പ്രിയപ്പെട്ട സഹോദരി വഫാത്തായി പോയി, മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. വീണ്ടും ഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു സഹോദരൻ കോഴിക്കോട്ടുള്ള ക്യാൻസർ പ്രത്യേകമായി ചികിത്സിക്കുന്ന നിങ്ങൾക്കൊക്കെ പരിചിതമായ MVR ആശുപത്രിയുടെ മുമ്പിലെ ICUവിൽ നിന്നും വിളിക്കുകയാണ്. ഒരു വാപ്പ, ചെറുപ്പക്കാരനായ വാപ്പ, നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും സാധാരണയായി ജുമാ നമസ്കാരങ്ങളിലും മറ്റു ഇബാദത്തുകളിലും ഒക്കെ സംബന്ധിക്കുന്ന ഒരു സഹോദരൻ ഇന്ന് ജുമായുടെ ദിവസത്തിൽ ICUയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിക്കുക. ഒരാഴ്ച മുമ്പ് ദ്വാരക്കണേ എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ ആ സഹോദരൻ മകൾക്ക് പെട്ടെന്നൊരു ജന്നി പോലെ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് വരികയാണ്. +2 പഠിക്കുന്ന കുട്ടിയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. +2 പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് ജന്നി വരുമ്പോഴുണ്ടാകുന്ന പിതാവിന്റെ മനസ്സിന്റെ ഒപ്രാളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ ആലോചിക്കുകയാണ്, മക്കൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദനയേക്കാൾ, നമ്മുടെ ഉറ്റവർ അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദനയേക്കാൾ അവരുടെ അരികിലിരുന്നു കൊണ്ട് കരയുന്നവരുടെ വേദനയും നൊമ്പരവുമാണ് അതിനേക്കാളും ഭീകരമായിട്ടുള്ളത്. ഒരു വാപ്പ മകന് വേണ്ടി കരയുമ്പോൾ, ഒരു വാപ്പ മകൾക്ക് വേണ്ടി കരയുമ്പോൾ, മകനോ മകളോ ICUവിൽ കടന്ന് അനുഭവിക്കുന്ന വേദനയേക്കാൾ ഏറെ ആ വാപ്പയുടെ ഹൃദയം പടയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ ഹൃദയം പടയുന്നുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും ഹൃദയത്തിന്റെ വേദനയെ ആരും കാണുന്നില്ല, അതിനെ ആരും ചികിത്സിക്കുന്നില്ല. മകന് ചികിത്സ കൊടുക്കാൻ നാട്ടിലെ ആശുപത്രികൾ സജ്ജമാണ്. രോഗിയായ മകൾക്ക് ചികിത്സ കൊടുക്കാൻ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകന്മാരും ഡോക്ടർമാരും സജ്ജരാണ്. എന്നാൽ ആ മകന്റെയും മകളുടെയും വേദനകൾക്ക് മുമ്പിൽ പടയുന്ന മനസ്സുമായി കണ്ണീരുമായി കഴിഞ്ഞുകൂടുന്ന ഉമ്മയുടെയും വാപ്പയുടെയും ദുഃഖത്തെ ആരും കാണുന്നില്ല, അവരുടെ ദുഃഖത്തെ ആരും പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട സഹോദരൻ അവിടുന്ന് വിളിച്ചെന്ന് പറയുന്നത് അവൾക്ക് വെറും ജന്നിയും തലവേദന ഒന്നും ആയിരുന്നില്ല, ഏതോ കോശത്തിൽ മാരകമായ രോഗത്തിന്റെ അംശങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്ന് ദ്വാരക്കണേ എന്ന് പറയും. ദ്വാരക്ക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, മിനിറ്റുകൾക്ക് മുമ്പ് സഹോദരങ്ങൾ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നേർക്കുനേരെ പങ്കുവെക്കുമ്പോൾ പ്രസംഗിച്ച് ആളാകാൻ ശ്രമിക്കുന്ന ഞാനും അത് കേട്ട് തങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്ന നിങ്ങളും ആലോചിക്കണം, നാളെ എന്നല്ല അടുത്ത നിമിഷത്തിൽ നമ്മൾ ആരാണ്, അടുത്ത നിമിഷത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് യാത്രയാകുന്നത്. നമ്മൾ ജുമാക്ക് വേണ്ടി വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ പകലിനെ കുറിച്ച് നമുക്ക് ചില സ്വപ്നങ്ങളുണ്ട്, ചില കണക്കൂട്ടുകളുണ്ട്. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് ഇറങ്ങി ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം. ചിലപ്പോൾ ആ പോകണമെന്ന് ആലോചിക്കുന്നത് നമ്മുടെ ജീവിതാവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിന്റെ മാർഗത്തിലായിരിക്കും. മറ്റു ചിലപ്പോൾ ജീവിതാവശ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടിയല്ല, ജീവിതത്തെ അടിച്ചുപൊളിക്കാനുള്ള സൗഹൃദത്തോടുകൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്രയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിൽ പലതും പ്ലാൻ ചെയ്തുകൊണ്ടാണ് ജുമാ നമസ്കാരത്തിന് വേണ്ടി വരിക. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജുമാ നമസ്കാരാനന്തരം സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയും കാണുകയും ചെയ്യാത്ത ചിലത് അള്ളാഹു ഇങ്ങനെ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എഴുതി തയ്യാറാക്കിയത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും നടക്കൂല, അതുകൊണ്ട് നമുക്ക് കിട്ടിയ നമ്മുടെ ആയുസ്, നമുക്ക് കിട്ടിയ നമ്മുടെ ആഫിയത്ത്, നമുക്ക് കിട്ടിയ നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളും അത് ഇന്ന് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ നിലയിൽ ഉപയോഗപ്പെടുത്തണം. നമ്മളുടെ ഉമ്മത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് ഉപകാരപ്രദമായ നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന പുതിയ തലമുറയിൽ പുതിയ രോഗങ്ങൾ വർദ്ധിക്കുന്നു. നമ്മൾ പേടിക്കണം, ഭയപ്പെടണം. പക്ഷേ അഭയം പ്രാപിക്കാൻ അല്ലാഹുവിലേക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ബാഹ്യമായ നിലയിൽ പുതിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്.
തസ്ബീഹ് മണിയുടെ മാല പൊട്ടിയാൽ അതിന്റെ മണികൾ ഓരോന്നായി ദ്രുതഗതിയിൽ ഇങ്ങനെ പാറി പറന്ന് വീഴുന്നത് പോലെ പുതിയ പുതിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു തആല തസ്ബീഹ് മണിയുടെ തസ്ബീഹ് മാലയുടെ നൂല് പൊട്ടിയിട്ട് അതിന്റെ മണികൾ വരുന്നത് പോലെ ഓരോരോ പുതിയ പുതിയ അണുക്കളെയും രോഗങ്ങളെയും ഭൂമിയിൽ എന്നെയും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചാൽ അതിനെ തടുത്തു നിർത്താൻ അതിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ, ഓടിയെത്താൻ, അണയാൻ, അഭയം പ്രാപിക്കാൻ ഭൂമിയിൽ ഒരൈശ്യം ഉണ്ടാവുകയില്ല. ഒരു നിലയിലും നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ രക്ഷിതാവല്ലാത്ത വേറൊരാൾക്കും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറയിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന, വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന സാധാരണ തലവേദനയും പനിയും ഒക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒട്ടനവധി രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാത്തു സൂക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആരോഗ്യത്തെ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നമ്മളുടെ ആയുസ്സിനെ, ആഫിയത്തിനെ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ളിടത്തോളം കാലം നമുക്കത് നൽകിയവനായ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ, അവന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് വിനിയോഗിക്കാൻ ഞാനും നിങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാനും നിങ്ങളും ആ രംഗത്ത് ഒരു നിലയിലുള്ള അശ്രദ്ധയും നമുക്കുണ്ടാകരുത്. കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ നമ്മളോട് ടെലിഫോണിൽ പോലും സംസാരിക്കാൻ കഴിയാത്തൊരു സഹോദരൻ, ഈ പറഞ്ഞതുപോലെ സ്ഥിരമായി നമ്മളോടൊപ്പം അമലുകളിൽ പങ്കെടുക്കുകയും ഈ പള്ളിയിൽ സ്ഥിരമായി വന്നുകൂടുകയും ചെയ്യുന്ന ഒരു സഹോദരന് അങ്ങനെ വരാൻ കഴിയാത്ത സാഹചര്യം അദ്ദേഹം വല്ലാതെ ദുഃഖകരമായ നിലയിൽ പങ്കുവച്ചപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം സഹോദരങ്ങളെ കാണാൻ പോകുന്നതിൽ നിന്നും പലപ്പോഴും മടിക്കുന്നതും മാറി നിൽക്കുന്നതും മാനസികമായ കൽപ്പില്ലാത്തത് കൊണ്ടാണ്. അത്തരം ആളുകളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അവരുടെ ദുഃഖങ്ങളുടെയും വേദനകളുടെയും പൊളയുന്ന മനസ്സിന്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കൽപ്പില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാറി നടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിർബന്ധിതനായി ഞാൻ കടന്നു ചെന്നു. ആ മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, അരികിലിരുന്നു, അല്പസമയം തലയിൽ കൈവച്ചു, തലോടി പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളും വാക്കുകളും ഒക്കെ ഊതി മന്ത്രിച്ചു, സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമുക്കൊക്കെ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാവല് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ മക്കൾ ഡോക്ടർമാരാണ്. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രസംഗത്തിന്റെ ശൈലിയിലും രീതിയിലും ഒന്നും അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്മിൽ ചില വസ്തുതകൾ പരസ്പരം പങ്കുവെക്കുകയാണ്, വേദനകൾ പങ്കുവെക്കുകയാണ്, വികാരങ്ങൾ പങ്കുവെക്കുകയാണ്. അതിനാണ് വഅദ് എന്ന് പറയുന്നത്, അതിനാണ് മൗഇദത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഘോരമുള്ള പ്രഭാഷണത്തിന്റെ ശൈലിയിലെ പ്രസംഗത്തിന്റെ ഗാംഭീര്യമല്ല പ്രിയപ്പെട്ടവരെ പ്രഭാഷണമല്ല ഖുതുബ എന്ന് പറയുന്നത്. മൗഇദത്ത് എന്ന് അല്ലാഹു എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കി നന്മയിലേക്ക് തിരിയാൻ, തൗബ ചെയ്യാൻ, അള്ളാഹുവിന്റെ നല്ല ദാസന്മാരായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മക്കള് പെൺകുട്ടിയും ആൺകുട്ടിയും ഡോക്ടർമാരാണ്. ഈ ഡോക്ടർമാരായ മക്കള് എന്നോട് രോഗത്തെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കുകയാണ്. ബാപ്പാക്ക് കുറെ നാളായി ഈ രോഗം, ഇപ്പൊ ഡോക്ടർമാര് പരിശോധിച്ച് കണ്ടെത്താൻ ലേറ്റ് ആയിപ്പോയി, കുറെ നാളുകളായി. ഇപ്പം പരിശോധിച്ചു നോക്കിയപ്പോൾ അതിന്റെ 4th സ്റ്റേജിലും ലാസ്റ്റ് സ്റ്റേജിലുമായി സ്പ്രെഡായി പോയി, ഇനി രക്ഷയൊന്നുമില്ല എന്ന് പറയുക. എന്നിട്ട് ആ ഡോക്ടറായ മകള് പറഞ്ഞൊരു വാചകം, അതാണ് എന്നെ മനസ്സിൽ എന്നെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത. ആ മകള് പറയാ, ശരിയാ, വാപ്പ കുറെ നാളായിട്ട് എപ്പോഴും തലവേദന എന്ന് പറയും, സഹിക്കാൻ കഴിയാത്ത തലവേദന എന്ന് പറയും. തലവേദന സഹിക്കാൻ കഴിയാതെ ആകുമ്പോൾ കടുപ്പത്തിലുള്ള കട്ടൻ ചായ ചോദിക്കും, കട്ടൻ ചായയും കടുപ്പത്തിലുള്ള ചായയും കുടിച്ച് വാപ്പ ഇങ്ങനെ അതിനെ ഒതുക്കുകയായിരുന്നു. വാപ്പാക്ക് കുറയായി തലയിൽ ഈ രോഗം കൊണ്ട് നടക്കും. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയോടും ആ കുടുംബത്തോടും ആ രോഗിയായ സഹോദരനോടും അന്ന് ചോദിക്കാൻ കഴിയാത്തൊരു ചോദ്യം ഇന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ട സദസ്സിനോടും ജീവിച്ചിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കളോടും ഞാൻ ചോദിക്കട്ടെ. എത്ര വാപ്പമാരാണ് അവരുടെ തലയിൽ മാരകമായ രോഗത്തിന്റെ കോശങ്ങളെയും പേറിക്കൊണ്ട് കട്ടൻ ചായ കുടിച്ചും കടുപ്പമുള്ള ചായ കുടിച്ചും ആ വേദനകൾ അമർത്തി നിനക്ക് അന്നം തരാൻ വേണ്ടി അധ്വാനിക്കുക, നീയാകുന്ന മകനെ പോറ്റാൻ വേണ്ടി, നീയാകുന്ന മകളെ പോറ്റാൻ വേണ്ടി അവർ രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ, അവർ വെയിലുകൊള്ളുമ്പോൾ, അവർ ചിലപ്പോൾ ചുമടെടുക്കുമ്പോൾ, അവർ ചിലപ്പോൾ തലയിൽ പേറുന്ന ചുമടിനേക്കാളും വലിയ ടെൻഷൻ തലയിൽ പേറിക്കൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങുമ്പോൾ, മരുഭൂമിയിൽ പണിയെടുക്കുമ്പോൾ, പലരുടെയും ആറ്റും തൂപ്പും കേൾക്കുമ്പോൾ അവർക്ക് താങ്ങാനാകാത്ത വേദന സമ്മാനിക്കുന്ന ഇത്തരം മാരകമായ രോഗങ്ങളുടെ കോശങ്ങൾ അവരെ അലട്ടുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരൊരു കട്ടൻ ചായ കുടിച്ചിട്ട് നിനക്ക് വേണ്ടി പണിയെടുക്കും,
എളുപ്പമുള്ള ചായ കുടിച്ചിട്ട് നിനക്ക് വേണ്ടി പണിയെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓർക്കുന്നില്ല നമ്മുടെ വാപ്പമാര് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. നമ്മുടെ വാപ്പമാര് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. നമ്മുടെ ഉമ്മമാര് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഈ മക്കളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ആ പാവം മരുഭൂമിയിൽ എത്ര കാലം കഷ്ടപ്പെട്ടു. അധിക വയസ്സൊന്നുമില്ലാതെ തനിക്ക് സമ്മാനിച്ച മരുഭൂമിയുടെ ഈ രോഗാണുക്കളെയും പേറി അദ്ദേഹം വീട്ടിൽ വന്നു മലർന്നു കിടക്കുകയാണ്. മക്കൾ ഇങ്ങനെ അരികിലിരുന്നു കൊണ്ട് അവരുടെ ഭാഷയിൽ, ചരിഞ്ഞ ഭാഷയിൽ, ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ജണാമുണാന്ന് പറഞ്ഞാലൊന്നും ഈ കിടക്കുന്ന വാപ്പൊക്കെ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും അറിയേണ്ടത്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ചില പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഉമ്മമാരെ കുറിച്ചിട്ട്, വാപ്പമാരെ കുറിച്ചിട്ട്, അധ്യാപകന്മാരെ കുറിച്ചിട്ട്. ഞാനിത് പ്രത്യേകമായി പറയുന്നത്, നമ്മുടെ നാട്ടിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇപ്പം അവധിയാണ്. അവധിക്കാലത്തിൽ കളിച്ച് ചിരിച്ച് ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ പഠിച്ചെടുത്ത് പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ടുകൾ വന്നു. റിസൾട്ടുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു വാർത്ത പോലെ നിങ്ങളൊക്കെ അത് വായിച്ചു തീർത്തു. ഞാൻ വായിച്ച റിസൾട്ടിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ പറയാൻ എന്നെ നിർബന്ധിതനാക്കി. എന്തായിരുന്നു റിസൾട്ട്? വിജയ ശതമാനം കുറവാണ്, എന്നാൽ A+കളുടെ എണ്ണം കൂടുതലാണെന്ന. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ലഭിച്ച വാർത്തയിലെ സുഖം അല്ലെങ്കിൽ ദുഃഖം. അത് സുഖമാണോ എന്ന് എനിക്കറിയില്ല, ദുഃഖമാണോ എന്നും എനിക്ക് പറയാൻ കഴിയില്ല, അറിയാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, വിജയ ശതമാനം കുറവാണ്, എന്നാൽ A+കളുടെ വർധനവ് കൂടുതലാണ്. A+ വർദ്ധിച്ചു, ശരിയാണ്. നമ്മുടെ പുതിയ തലമുറയിൽ A+കൾ വർദ്ധിക്കുന്നു, പഠന നിലവാരം ഉയരുന്നു, പുതിയ പുതിയ സ്കൂളുകൾ വർദ്ധിക്കുന്നു. ആ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പണച്ചെലവ് വർദ്ധിക്കുന്നു. നിന്നെ ഒന്ന് പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ആ പാവം എത്ര പണിയെടുക്കണമെന്നറിയാവും? ഒരു ദിവസത്തെയും 2 ദിവസത്തെയും 3 ദിവസത്തെയും കൂലിപ്പണി എടുത്താൽ പോലും നിനക്ക് തോളിൽ തൂക്കി നടക്കാനുള്ള, മോശമല്ലാത്ത, നിന്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ സ്റ്റൈലിനൊക്കുന്ന ഒരു ബാഗ് വാങ്ങിത്തരാൻ നിന്റെ വാപ്പാക്ക് കഴിയില്ല. ആ പാവം പൊരി വെയിലത്ത് ഈ കടും ചൂടിൽ അവൻ എന്തെല്ലാം പണിയെടുക്കണമെന്നറിയോ? പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവനുണ്ടാകുന്ന രോഗങ്ങൾ താങ്ങവയ്യാതെ ഒരു ദിവസം എങ്ങാനും ഉറങ്ങിപ്പോയാൽ അന്നത്തെ പണി പോയി. ഒരു ദിവസം പണിക്ക് പോകാതിരുന്നാൽ മുതലാളി ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദുഃഖങ്ങളാണ്. അല്ലാതെ ഞാൻ വെറുതെ ഭാവനാത്മകമായ നിലയിൽ പ്രസംഗത്തിന്റെ വരികൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുകയല്ല. 100 കണക്കിന് ഉപ്പമാരിങ്ങനെ കണ്ണുനീര് കുടിക്കുന്നുണ്ട്, 100 കണക്കിന് ഉമ്മമാര് കണ്ണീര് കുടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉപ്പമാര് മരണപ്പെട്ടു പോയ വിധവകളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് 1, 2, 3, 4 വീടുകളിൽ പോയി മുറ്റമടിച്ചു വാരുകയും അടുക്കളയിൽ പണിയെടുക്കുകയും പഴയ പാത്രങ്ങൾ കഴുകി കൊടുക്കുകയും ആ പാത്രങ്ങൾ കഴുകിയതിന്റെ പ്രതിഫലമായ നിലയിൽ ഫ്രിഡ്ജിൽ വെച്ച് ബടക്കായ പഴയ ഭക്ഷണം. ഞാൻ ഇന്ന് രാവിലെ കേട്ട ഒരു അനുഭവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, 100 കണക്കിന് അനുഭവങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. വീട്ടിൽ നിന്നും അവരെടുത്ത പണിയുടെ പ്രതിഫലമായി വിധവയായ ഈ സഹോദരിക്ക് അനാഥയായ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണം നാറിപ്പുഴുത്ത ഭക്ഷണം, വീട്ടിൽ കൊള്ളാത്തത്, ആർക്കും വേണ്ടാത്തത്, മക്കൾ കഴിച്ചതിന്റെ ബാക്കി, അതെല്ലാം കൂടെ അവർ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ പൊതിഞ്ഞു വെച്ച് ഒന്നിനും കൊള്ളാതെയായപ്പോൾ ഈ പാവപ്പെട്ടവൾക്ക് സമ്മാനിക്കുക. അവൾ അതും കൊണ്ട്, അതിന്റെ ദുർഗന്ധവും കൊണ്ട് മക്കളുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ മക്കൾക്ക് ആർത്തി, അത് തിന്നണമെന്നുണ്ട്. പക്ഷേ അത് മക്കൾക്ക് കൊടുക്കാൻ കഴിയുമോ? മക്കൾക്ക് കൊടുക്കാൻ കൊള്ളൂല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉമ്മമാര് നിങ്ങളെ പോറ്റാൻ വേണ്ടി, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്കൊരു ബാഗ് വാങ്ങിത്തരാൻ വേണ്ടി, നിങ്ങൾക്കൊരു നല്ല കുപ്പായം വാങ്ങിത്തരാൻ വേണ്ടി, നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വാങ്ങിത്തരാൻ വേണ്ടി, നിങ്ങൾ പഠിച്ച് വലിയ ആളുകളാകണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ പിന്നാലെ പണിയെടുക്കുകയാണ്, അധ്വാനിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നിട്ടോ ഈ നിലയിലൊക്കെ കഷ്ടപ്പെട്ട് ഉപ്പയും ഉമ്മയും അവരുടെ പ്രാരാബ്ദങ്ങളും രോഗങ്ങളും പേറിക്കൊണ്ട് നിങ്ങളെ പോറ്റുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വൃത്തികെട്ട കൂട്ടുകെട്ടിൽ കുടുങ്ങാണ്. നിങ്ങൾ ചങ്ങാതിമാരോടൊപ്പം കൂടുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചങ്ങാതിമാരെ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. നിങ്ങളുടെ ചങ്ങാതിമാരുടെ ചിരിയും അവരുടെ വഞ്ചന നിറഞ്ഞു നിൽക്കുന്ന വശീകരണങ്ങളും അറിഞ്ഞും അറിയാതെയും അതിൽ പെട്ടുപോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പോറ്റി വളർത്തിയ അവരുടെ പ്രിയപ്പെട്ട മക്കൾ ചിലപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നു, പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പിന്നാലെ പോകുന്നു. ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം മോശമാകുന്നു. ഞാൻ അതാ പറഞ്ഞത്, അവധിക്കാലം എന്റെയും നിങ്ങളുടെയും പുതിയ തലമുറ ഏത് ലോകത്തേക്കാണ് സഞ്ചരിക്കുന്നത്, എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ കൂട്ടത്തിൽ ആരാണോ ചങ്ങാതിയാകുന്നത് എന്ന് നീ നന്നായി പരിശോധിക്കണം. നബിതങ്ങളോട് വന്ന് സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് കൂടിയിരിക്കാൻ കൊള്ളാവുന്ന കൂട്ടുകാരാരാണ്?
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഇന്നും മഹാന്മാരെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കൂട്ടുകാരാരാകണമെന്ന് അള്ളാഹും റസൂലും തീരുമാനിച്ചു. അവരുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാകണമെന്ന് അള്ളാഹും റസൂലും തീരുമാനിച്ചു. അവരുടെ ജീവിത രീതി എങ്ങനെയാകണമെന്ന് അള്ളാഹും റസൂലും തീരുമാനിച്ചു. ഇന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ അങ്ങ് പറയാൻ ശ്രമിക്കുകയാണ്. മൈ ബോഡിയുമല്ല, മൈ ചോയ്സുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് അവരാഗ്രഹിക്കാത്ത നിലയിൽ അവരുടെ ബോഡിയിൽ അണുക്കൾ കടന്നുകൂടുമായിരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അവരുടെ പ്രിയപ്പെട്ട മാതാവിന്റെയും പിതാവിന്റെയും കരച്ചിലിന്റെ മുമ്പിൽ അതൊന്നും പരിഗണിക്കാതെ ഈ മാരകമായ അണുക്കൾ അവരുടെ ശരീരത്തിൽ കയറിക്കൂടുമായിരുന്നു. അതുകൊണ്ട് എന്റെ ബോഡിയല്ല, എന്റെ ചോയ്സുമല്ല, എന്റെ റബ്ബിന്റെ ബോഡിയാണ്. അവൻ തന്ന ആരോഗ്യമാണ്, അവൻ തന്ന ആയുസാണ്, അവൻ തന്ന ജീവിതമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം. നബിതങ്ങളോട് വന്ന് സഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾക്ക് കൂടിയിരിക്കാൻ കൊള്ളാവുന്ന കൂട്ടുകാരാരാ? ഞാൻ ആരെ കൂട്ടുകാരനാക്കണം എന്നത് ഒരു ഉസ്താദിനോട് ചോദിക്കണം. ഉസ്താദ് തീരുമാനിക്കണം നിന്റെ കൂട്ടുകാരൻ ആരാകണം. എന്റെ ഉമ്മ തീരുമാനിക്കണം, ഉപ്പ തീരുമാനിക്കണം. ഉപ്പയും ഉമ്മയും അനുവദിക്കുകയും ചെയ്യുന്നതല്ലാത്ത ഒരു കൂട്ടുകെട്ടും എനിക്ക് ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്ര സുന്ദരമായ വചനമാണ്, എത്ര സുന്ദരമായ ഉപദേശമാണ്. നിന്റെ കൂട്ടുകാരാരാകണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആരെ കാണുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഓർമ്മ വരുമോ? ആരെ കാണുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഓർമ്മ വരുമോ? ആരുടെ വർത്തമാനം കേൾക്കുമ്പോൾ ദീനിയായ അറിവിൽ അഭിവൃദ്ധി ഉണ്ടാകുമോ? ആരോടൊപ്പം ഇരിക്കുന്നതിന്റെ പേരിൽ പരലോകം ഓർമ്മ വരുമോ? അവനോടൊപ്പം കൂടിക്കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 മാസക്കാലം വേനൽ അവധി ലഭിച്ചപ്പോൾ ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഒരു ഉരുണ്ട പന്തും ഒരു കൊച്ചു പന്തും ഒരു വാൾപ്പയറ്റിന്റെ സാമാനവും ഒക്കെ കയ്യിൽ തൂക്കിക്കൊണ്ട് കിറുക്ക് കയറ്റുന്ന കളികളിൽ മുഴുകി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അന്ധമായ നിലയിൽ അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ കളിക്കണ്ടെന്നല്ല, വിനോദം വേണ്ടെന്നല്ല, സമയം എൻജോയ് ചെയ്യണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അവരുടെ കൊച്ചു പ്രായത്തിൽ തന്നെ ആരോടൊപ്പം ചേരണം, ആരോടൊപ്പം ഇരിക്കണം, ആരുമായി സമയം വിനിയോഗിക്കണം. ഞാൻ ആരുടെ കൂട്ടത്തിൽ കൂടിയാൽ എന്തായി മാറും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല കൂട്ടുകാരനോടൊപ്പം ഇരിക്കുന്നവന്റെ ഉപമ കസ്തൂരി കച്ചവടക്കാരന്റെ ഒപ്പം ഇരിക്കുന്നവനെ പോലെയാണ്, അത്ര കച്ചവടക്കാരന്റെ ഒപ്പം ഇരിക്കുന്നവനെ പോലെയാണ്. അത്ര കച്ചവടക്കാരന്റെ പരിസരത്ത് പോയി നിന്നാൽ നിനക്ക് അത് വാങ്ങാൻ തോന്നും. ഇനി ഒരു പക്ഷേ വാങ്ങാൻ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവൻ ഒന്ന് തുടച്ചു തരുമല്ലോ, തേച്ചു തരുമല്ലോ. ഇനി തേച്ചു തരുന്നത് പോലും ഇല്ലെങ്കിൽ അവന്റെ സുഗന്ധം നിനക്ക് കുറച്ച് സമയത്തേക്ക് ആസ്വദിക്കാൻ കഴിയുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഞ്ചാവുകാരന്റെയും കള്ളുകുടിയന്റെയും മോശക്കാരന്റെയും അത്തരത്തിലുള്ള ദുസ്വഭാവിയുടെയും ദുശ്ശീലക്കാരന്റെയും പരിസരത്താണ് നീ പോയിരിക്കുന്നതെങ്കിൽ അത് ഉലയിൽ ഊതുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഉലയിൽ ഊതുന്നവരുണ്ടായിരുന്നു. കൊല്ലപ്പണിക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കൊല്ലപ്പണിക്കാരന്റെ ഉലയിൽ ഊതുന്ന പരിസരത്ത് നിങ്ങൾ പോയിരുന്നാൽ ഒരു പക്ഷേ അവന്റെ ഉല ഊതുമ്പോൾ അതിൽ നിന്നും പറക്കുന്ന തീപ്പൊരികൾ നിന്റെ വസ്ത്രത്തിൽ വന്ന് വീഴും, നിന്റെ ശരീരത്തിൽ വന്ന് പതിക്കും, നിനക്ക് അപകടമുണ്ടാകും, പൊള്ളലേക്കും. ഇനി ഒരു പക്ഷേ തീപ്പൊരികൾ പാറി വന്ന് നിന്റെ മേനിയിലോ വസ്ത്രത്തിലോ വീണില്ലെങ്കിൽ പോലും അവന്റെ പുക കൊണ്ട് നിനക്ക് അലോസരം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇത്ര സുന്ദരമായ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി ഏത് കൂട്ടുകെട്ടാണ് തിരഞ്ഞെടുക്കുന്നത്? ഉലയിൽ ഊതുന്നവനോടൊപ്പം പോയിരുന്ന് അവന്റെ പുക സഹിച്ചുകൊണ്ട് നിന്റെ ധാർമ്മികമായ ജീവിതത്തെ തകർത്തെറിയുകയാണ്, നിന്റെ സാംസ്കാരികമായ ജീവിതത്തെയും ഭാവിയെയും തകർത്തെറിയുകയാണ്. ഇന്ന് വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ അവനോടൊപ്പം ചേരുമ്പോൾ ഒരു ചെറിയ സുഖം നിനക്ക് കിട്ടുമെങ്കിലും നാളെ നിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ബന്ധമാണത്. നിന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ബന്ധമാണ്, നിനക്ക് നാട്ടിൽ കൊള്ളാത്ത ഒരു ദുഷ്പേര് സമ്മാനിക്കുന്ന ബന്ധമാണ്. അത്തരം ബന്ധങ്ങളിൽ നിന്നും സൂക്ഷിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷകളിൽ നന്നായി പഠിക്കണം, മാർക്കുകൾ വാങ്ങണം, വിജയം വരിക്കണം. പക്ഷെ നമ്മൾ A+ വാങ്ങിയത് കൊണ്ട് മാത്രമായില്ല. നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മുടെ ഉപ്പമാരെ അറിയണം, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മമാരെ അറിയണം, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ആദരവുകളും ബഹുമാനങ്ങളും തിരിച്ചറിയണം, നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നല്ല മക്കളായി വളരാൻ ശ്രമിക്കണം. നല്ല സ്വഭാവവും നല്ല സംസ്കാരവും നല്ല പ്രകൃതങ്ങളും ഒക്കെ നമ്മൾ കാഴ്ചവെക്കണം. പള്ളികളുമായി ബന്ധമുണ്ടാകണം, മദ്രസകളുമായി ബന്ധമുണ്ടാകണം, ദീനിയായ ആളുകളുമായി ബന്ധമുണ്ടാകണം. ഖുർആൻ പഠിക്കണം, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ ശ്രമിക്കണം.
ദീനിനെ ഒരു പേരിന് വേണ്ടി മാത്രം എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ആചരിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിലുടനീളം സാംസ്കാരികമായി ധാർമ്മികമായി മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന നിലയിൽ അടിമുടി നമുക്ക് മാറ്റം ഉണ്ടാകണം. ആ നിലയിൽ നമ്മുടെ അവധിക്കാലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ആരോഗ്യകാലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മരണം വരുന്നതിന് മുമ്പായി മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. പരലോകം നമ്മുടെ മുമ്പിൽ അതിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന് മുമ്പായി ഇഹലോകത്തിന്റെ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതം നന്നാക്കൂ പ്രിയപ്പെട്ടവരെ, സ്വഭാവം നന്നാക്കൂ പ്രിയപ്പെട്ടവരെ, അമലുകളിൽ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ ശ്രദ്ധിക്കൂ, പള്ളികളുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കൂ, മാതാപിതാക്കളെ അനുസരിക്കുകയും സഹോദരങ്ങളുമായി നല്ല നിലയിൽ പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യും. നാട്ടിൽ ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത തരത്തിൽ നല്ല മക്കളായി വളരാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാധുക്കളായ നമുക്കൊക്കെ അവൻ ഇഷ്ടപ്പെട്ട നല്ല അടിമകളെ പോലെ നല്ലവരായി വളരാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുസരണയും അദബുമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലാഹു വളർത്തി തരുമാറാകട്ടെ. ആഭാസങ്ങളിലും അനാവശ്യങ്ങളിലുമായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അല്ലാഹു പാഴാകാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാവ്യാധികളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ അടിമപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് അല്ലാഹു ഇസ്സത്തും ഇഫ്ഫത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.